വേദനിക്കുന്നുണ്ടോടാ? എന്നിട്ട് എനിക്കും അങ്ങനെയല്ലോ ഉണ്ടാവുക. എടാ ഞാൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ നിനക്കൊരു ഹീറോ എലിവേഷൻ കൊടുത്തേ ഉള്ളൂ. എലിവേഷനോ? എന്താണ് നീ പറഞ്ഞേ? പച്ച പാവമാണോ ഞാൻ? എടാ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ട് പറഞ്ഞല്ലടാ, അത് പറഞ്ഞപ്പോ ഒരു ഫ്ലോ കിട്ടിയപ്പോ പിന്നെ റൈമിങ്ങിൽ ഓരോന്നായിട്ട് വന്നതാ. നിന്റെ റൈമിങ്ങും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലടാ എല്ലാം ബാലയുടെ അടുത്ത് പറയാന്ന്. ഇപ്പൊ നീ കാരണം ബാല എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലും ഇല്ലടാ. ഞാൻ സിന്ധുവിനെ കുറിച്ച് പറയാന്നല്ലടാ പറഞ്ഞത്. നീ വേണ്ടെന്ന് പറഞ്ഞ് നീലടാ നിർത്തിയെന്നെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ ജീവിതം തന്നെ നരകമാക്കില്ലടാ നീ. എടാ തീ കൊടുത്ത ആ സൈക്കോയെ വിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് എന്നെ എന്തിനാടാ നീ ഇങ്ങനെ തല്ലുന്നേ? എടാ അവൻ നമ്മുടെ ടീം ലീഡറാ, അവൻ ചെയ്തതിനൊക്കെ അവന് തന്നെ കിട്ടിക്കോളൂടാ. എല്ലാം ചെയ്തിട്ട് ചിരിക്കും നോക്ക്. എടാ നിന്റെ ജോബ് റിസ്കിലാവൂടാ. ജോബോ? ഇന്ന് എന്റെ കൈ കൊണ്ടോ ചാകാൻ പോന്നെ. ഹായ് വിഷ, എന്താ ഈ വഴിയൊക്കെ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ലീവ് വേണമെങ്കിൽ പറയേ, ഞാൻ മാനേജറിനോട് സംസാരിക്കാം കേട്ടോ. എന്താന്ന് വെച്ചാൽ നിനക്ക് ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞേ. സുരേഷ്, എന്റെ വൈഫിന് ജോലി നോക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? എന്താ? പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യ് സുരേഷ്. ഇനി അവർക്ക് എങ്ങനെ ഈ കമ്പനി ജോലി കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യായിരുന്നല്ലോ. ഇപ്പോ ഉടനെ ജോലി എന്നൊക്കെ പറയുമ്പോ ഓരോ ഓപ്പർച്യൂണിറ്റി കൊടുത്തു നോക്കാം. ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ജോലി കൊടുക്കാലോ. യു റൊമാൻറ്റിക് ഫെലോ. അവളുടെ ഇമെയിൽ ഐഡി തന്നേക്ക്, ഞാൻ മാനേജറിനോട് സംസാരിച്ചോളാം. ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാം. സുരേഷ്, താങ്ക് യു സുരേഷ്. ഇവനെന്തേ കാണിച്ച്? അവരൊന്ന് ഷെയ്ക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു വരുന്നു. വിശ്വാ, നിന്റെ ഈ ലൈഫില് എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ പറയേ, ഞാനതില് എക്സ്പെർട്ടാ. ഉറപ്പായിട്ടും. എന്തു പറ്റിയടാ? സംസാരിക്കില്ലെന്ന് പറഞ്ഞല്ലേ, എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ എന്തൊരു ദേഷ്യം വെക്കും. ഫോൺ എടുത്ത് എന്താ കുഴപ്പം? നീ ആ സൈക്കോയെ പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാ ഭാര്യയുടെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോയിരിക്കുന്നു. എടാ, ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി ബാലയ്ക്ക് ഫോൺ ചെയ്ത് അവൾ ഫോൺ എടുക്കുന്നില്ലടാ. ഞാൻ ഭയങ്കര ടെൻഷനായിരിക്കുന്നു. നീ മര്യാദയ്ക്ക് നിന്റെ ജോലി നോക്ക്. വീട്ടിൽ പോയിട്ട് നേരിട്ട് പറ, വിശ്വാസം പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. സത്യം തന്നെയാടാ, എനിക്കത് തോന്നിയില്ല. കണ്ടോ, വൈഫ് മാറ്ററില് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാ എനിക്ക്. ശരി, നിന്റെ താര കിച്ചണിൽ പുഷ്പ അത്രയും ഫയർ ആയല്ലോ. പക്ഷെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? കെട്ടിയവരാണ് കൺകണ്ട ദൈവം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇരിക്കുന്നത്. എടാ അതൊക്കെ ഗ്രാഫിക്സ് ആടാ. ഗ്രാഫിക്സോ? എന്റെ ചക്കര പുഷ്പയല്ലേ. വിശ്വ അവന്റെ ഭാര്യയും കൂടി ഇങ്ങോട്ട് വരുമ്പോ അവരുടെ മുന്നിൽ ഞാൻ ഒന്ന് ഗമ കാണിക്കും. നീ എല്ലാത്തിനും എന്നെ അനുസരിക്കുന്നത് പോലെ. അതിന് നിന്റെ പെർമിഷൻ വേണം. സാധ്യമല്ല. പ്ലീസ് പ്ലീസ് ചക്കരെ, പ്ലീസ് ഒന്ന് സമ്മതിക്ക്. നീ പെർമിഷൻ തരുന്നത് വരെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കത്തില്ല. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ശരി, എണീക്ക്. സമ്മതിച്ചു. നോക്ക്, സമ്മതിച്ചു എന്ന് പറഞ്ഞേ തലയിൽ കയറി ഇരിക്കരുത്. മദർ പ്രോമിസ്, അങ്ങനൊന്നും ഞാൻ ചെയ്തേയില്ല. എനിക്ക് അറിഞ്ഞൂടെ ചക്കരെ നിന്നെ. താങ്ക്സ്. ഇതാദ്യമായിട്ടൊന്നല്ലോ. അതുകൊണ്ടാണ് പുഷ്പ അത്രയും സൈലന്റ് ആയിട്ടിരുന്നേ. പിന്നെ അവളുടെ പെർമിഷൻ ഇല്ലാതെ ഞാനെങ്ങാനും പെർഫോം ചെയ്താലേ പുഷ്പ പിന്നെ ഫയർ ആയി മാറും. അതുകൊണ്ടാ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചേ. ഓ പിന്നെ രണ്ടുപേർക്കും ഒരേ സിറ്റുവേഷൻ തന്നെയാ. ഹായ് സുന്ദരി. എന്നത്തെ പോലെ നൈറ്റ് ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ.
കുളിക്കാനായിട്ടുള്ള ടവൽ വരെ എടുത്തു വെച്ചിട്ടുണ്ട്. മേഡം കുറച്ച് കൂളാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഗുഡ് ന്യൂസ് അവരോട് പറഞ്ഞാലോ? സെറ്റായിടും. എന്താ മോളെ പരിപ്പാണ് ഉണ്ടാക്കിയേ? ആഹാ, എന്താ ഉരുളക്കിഴങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സുന്ദരി, രാവിലെ തൊട്ട് ഞാൻ വിളിച്ചായിരുന്നല്ലോ, ഒരു പ്രാവശ്യം പോലും ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ. ബിസി ആയിരുന്നോ? കുഴപ്പമില്ല, ഞാനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അത് പിന്നെ നിൻ്റെ അടുത്തൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചത്. ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്തോ ഒരു റിയാക്ഷനും ഇല്ല. ശരി വിട്, നീ ഇപ്പം എൻ്റെ കൂടെ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ മെയിൽ ഐ ഡി മാത്രം ഒന്ന് തരികയായിരുന്നെങ്കിൽ എൻ്റെ കമ്പനി കൊടുത്ത് അവർ നിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുമായിരുന്നു. ഇത് എന്ത് സൈലൻസാ കൃഷ്ണ? sundari.1999@gmail.com. കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും ഇത് തന്നല്ലോ. അവൻ ഉറങ്ങിയോ? ക്ലിയർ ചെയ്തില്ലേ? ഇനി ഒരു റൗണ്ടേ ഉള്ളൂ, അത് കഴിഞ്ഞ് HR റൗണ്ട്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലാവും ഈ സിറ്റുവേഷൻ കുറച്ച് ടെൻഷനായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം ആലോചിച്ച് നോക്ക്, ഇനി നിനക്കിത് സെറ്റായില്ലെന്ന് വെച്ചോ, നാളെ നമുക്ക് വേറൊരു കമ്പനിയിൽ നോക്കാം. സിമ്പിൾ. നീ ഇത്രയൊക്കെ വന്നത് കൊണ്ട് ഐ ആം ഡാം ഷുവർ നീ ഉറപ്പായിട്ടും സെലക്ട് ആവും. ഇങ്ങോട്ട് നോക്കി, എന്തുമാത്രം വേർത്തെന്ന് നോക്ക്.
ഗോൾഡൻ സ്പാരോ. ബാലയെ മാനേജറെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ അകത്തോട്ട് പൊക്കോളൂ. യാ എന്നാ ഓൾ ദ ബെസ്റ്റ്. So, Bala, congrats. You have excelled in other 2 rounds of the interview. താങ്ക് യു സർ. ഈ HR റൗണ്ടില് കോമൺ സെറ്റ് ഓഫ് ചില ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. So, I want to cut that bullshit and ask you one straight question. ഓക്കെ. Why? Why this job? Don't tell me it's for money. Please. സർ, എന്റെ പേരൻസിന്റെ കാലത്ത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെൺകുഞ്ഞിനെക്കാളും ആൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിക്കാറ്. റീസൺ എല്ലാവർക്കും അറിയുന്നതാ. ദേ കൺസിഡർ ബോയ്സ് ആസ് പ്ലസ് ആൻഡ് ഗേൾസ് ആസ് മൈനസ്. അതുപോലത്തെ സമയത്ത് എന്റെ പേരൻസ് ആ ബുൾഷിറ്റൊക്കെ കട്ട് ചെയ്ത് ഞാൻ ജനിച്ചത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഇൻഫാക്ട് അവർക്ക് ഞാൻ മാത്രം മതിയെന്നായിരുന്നു. അതിനുശേഷം അനിയൻ ജനിച്ചതിന് ശേഷവും എന്നോട് ഒരു തരി സ്നേഹം അവർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഇപ്പൊ പോലും എന്റെ അനിയനേക്കാളും കൂടുതൽ സ്നേഹം അവർക്ക് എന്നോടാ. കുട്ടിക്കാലം തൊട്ട് എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്ത എന്റെ പേരൻസിന് എന്റെ കല്യാണത്തിന് ശേഷം അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ വിഷുവാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നത്. അവരെ ഹാപ്പി ആയിട്ട് നോക്കാനായിട്ട്, അവർക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ നീഡ് ദിസ് ജോബ് സർ. I'm convinced, Bala. താങ്ക് യു സർ. Yeah. എന്താടാ, നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. ഇനി എന്ത് മൂട്? അതാ നീ വന്ന് നശിപ്പിച്ചില്ലേ. എന്താ അവസ്ഥ? അവൾ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലടാ, ഏതോ TV വെച്ചിട്ട് മ്യൂട്ട് ഇട്ടേക്കുന്ന പോലെ ഉണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടോ? പക്ഷെ ഞാൻ ഇന്നും ഉറപ്പായിട്ട് സംസാരിക്കാൻ പോവാം. അത്രയ്ക്ക് ഉറപ്പിച്ച് എങ്ങനെയാ പറയാൻ പറ്റുക? ഈ വിശ്വൻ എത്ര കഷ്ടപ്പെട്ടിട്ടും അടങ്ങാത്ത ആ ബാല ഈ ഇന്റർവ്യൂ കാരണം അടങ്ങുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടടാ മോനെ. എനിക്കെന്തോ സംശയം തോന്നടാ വിശ്വ. ഇവിടെ അയ്യോ, നെഗറ്റീവ് സംസാരിക്കുള്ളൂ, നിനക്ക് പോസിറ്റീവ് സംസാരിക്കാൻ. ഇനി എനിക്ക് പ്രത്യേകിച്ച് റോളില്ലല്ലോ. എന്തായാലും ഞാനായിട്ട് തന്നെ അങ്ങ് പോവാം. എന്താ ഇന്റർവ്യൂ? കുഴപ്പമില്ല, എന്ത് റിസൾട്ടാണെന്ന് പറയാം, നോക്കാം. കൃഷ്ണേട്ടാ, ഓ യെസ് സിസ്റ്റർ, എനിക്ക് ജോബ് കിട്ടിയേട്ടാ. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻ സിസ്റ്റർ. താങ്ക്സ് ഏട്ടാ. ശരിടാ, ഞാൻ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വന്നേക്കാം. ഓട്ടോ ബുക്കായിട്ടുണ്ടേട്ടാ, ഞാനിന്ന് ഇറങ്ങട്ടെ. ശരി, സൂക്ഷിച്ചു പോണേ സിസ്റ്റർ. കണ്ടില്ലേ, ഡെയിലി ഇത് തന്നെയാ കഥ. ഇന്ന് പിന്നെയും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ആൻസേഴ്സ് നീ കാരണമെങ്കിലും കൺവേ ആയല്ലോ. എന്ത് ചെയ്താലാണ് ഇവിടെ സംസാരിക്കുന്നത് അറിയില്ലടാ, വട്ടി പിടിക്കുന്നുണ്ട്. ഡാ, നമുക്കൊരു സാധനം യൂസ് ചെയ്യാൻ അറിയാത്തപ്പോൾ അതിൻ്റെ കമ്പനിയിൽ വിളിച്ചറിയാൻ ശ്രമിക്കും. അതേപോലെ നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ അവളുടെ അച്ഛനോട് തന്നെ വിളിച്ച് ചോദിക്കണോടാ. അത് പിന്നെ ഈ സമയത്ത് അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ലടാ. നീ പറയുന്നതും കറക്റ്റ് തന്നെയാടാ.
ആ ഹലോ അങ്കിൾ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു മോനെ. സുന്ദരിക്ക് എങ്ങനെയുണ്ട്? ആ നന്നായിരിക്കുന്നു. എന്താ അങ്കിൾ ചെയ്യുന്നേ? ഞാൻ ചുമ്മാ വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലോ? ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റിയിരിക്കുമോ? ഹലോ മോനെ, ആ അങ്കിൾ അത് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഒന്നുമില്ല. അങ്കിൾ സുഖമാണോ നന്നായിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. സുന്ദരിക്കും മോനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അതെ അങ്കിൾ, എനിക്ക് വട്ട് പിടിക്കുന്ന അങ്കിൾ. സംസാരിക്കത്തില്ലെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇത്ര പിടിവാശി? അത് അത്രയും വലിയ വഴക്കുള്ള കാര്യമൊന്നുമില്ല. ആണേലും എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ബിഹേവ് ചെയ്തോണ്ടിരിക്കുക. എൻ്റെ 24 വർഷത്തെ വിഷമം ഇപ്പോ മോൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നേ. സുന്ദരി കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെ മോനെ. അവൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അവൾ ഹാറ്റാകും. ആ കാര്യം പൂർണ്ണമായി മറക്കുന്നവരെ അവൾ ഒരു അക്ഷരം പോലും മിണ്ടില്ല. അങ്ങനെ എങ്ങനെ അങ്കിൾ ഇരിക്കാൻ പറ്റുന്നേ? കല്യാണത്തിന് മുമ്പ് അവളുടെ അമ്മ അങ്ങനെ തന്നെ ആയിരുന്നു. അവളുടെ അതേ പ്രകൃതമാണ് ഇവക്കും കിട്ടിയിരിക്കുന്നത്. മോൻ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. ജസ്റ്റ് മിണ്ടായിരുന്നാൽ മാത്രം മതി. മറ്റു കാര്യങ്ങളൊക്കെ നോർമലായിട്ട് നടന്നോളും. അല്ല ഇനി എത്ര ദിവസം ഇതേപോലെ? ഒരു പക്ഷേ അവളുടെ വാശി കൂടുതലാണെങ്കിൽ ഒരു ദിവസം, ഇല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവൾ ഇണങ്ങിക്കോളും. പക്ഷേ ക്യാബ് ഇടല്ലേ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യ്. അവൾ എന്ത് കാര്യത്തിലാണോ ഹേർട്ടായത് ബാക്കി അതിനനുസരിച്ചിരിക്കും. സോ ആ വിഷയം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആ കാര്യം പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യണം. ഓ ഒരുപാട് നന്ദി അങ്കിൾ. നിങ്ങൾ എന്താ പറഞ്ഞല്ലോ, ഇനി ഞാൻ നോക്കിക്കോളാം. ഹലോ മോനെ. മോനെ, ആ ആക്ച്വലി ഞാൻ മോൻ്റെ ഈ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. ഒരു കാര്യമുണ്ട്, മോനോട് അവൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും അവളുടെ മനസ്സ് പാവ. സൂക്ഷിക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് അങ്കിൾ. ഞാൻ പറഞ്ഞത് നിന്റെ കാര്യമാണ് മോനെ. ചായ ഇടും, ആഹാരവും തരും, എല്ലാം ചെയ്യും, പക്ഷെ സംസാരിക്കത്തില്ല. ആ വിഷയം മറന്നു പോകുന്ന രീതിയിൽ ഞാൻ എന്താ ചെയ്യുക? പറ്റുന്നില്ല ദൈവമേ. ഞാൻ സംസാരിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ക്യൂട്ടാണ് വിശ്വ. അത് കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ട്. ഈ വഴക്കൊന്നും മാറ്റാനായിട്ട് ആരെങ്കിലും ഒന്ന് അയക്കണ്ട ദൈവമേ, പ്ലീസ്. ദൈവം നിങ്ങളെയാണ് അയച്ചേക്കുന്നത് മുത്തശ്ശി. ഒന്നു മോനെ.